നമുക്ക് ആദ്യം നോക്കാം മഴയുടെ കാഴ്ചകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് തീരമേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള യാത്ര അതിന് നിരോധനം ഏർപ്പെടുത്തി. മാത്രമല്ല മറ്റ് മലയോര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരും വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം ഡാൻ കുര്യൻ, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ, ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആദ്യം നമുക്ക് വേണ്ടി അണിനിരക്കും. ആദ്യം നമുക്ക് ഡാൻ കുര്യനിലേക്ക് പോകാം. ഡാൻ, ഈ തിരുവനന്തപുരത്തെ സാഹചര്യമാണല്ലോ വലിയ തോതിൽ നമ്മൾ മഴയ്ക്ക് മുമ്പേ ചർച്ച ചെയ്തതാണ്. ഈ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. വേണ്ട രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല. മഴക്കുഴികൾ അനവധി. ഈ റോഡിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഹൈവേയിൽ ഉൾപ്പെടെ കാണുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് കണ്ടത്? എല്ലാ മഴക്കാലത്തും എന്താണോ തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്നത് അതിന് തന്നെ ഇത്തവണയും തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈഞ്ചക്കൽ ചാക്ക റൂട്ടിൽ സാധാരണയായി ഒരു മഴ അതിതീവ്രമായി 1 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാം ചാക്ക ബൈപ്പാസിലേക്ക് തിരിയുന്ന വഴിയിൽ വലിയ തരത്തിൽ മുട്ടോളം വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ മഴക്കാലത്തും ഉണ്ടായിട്ടാണ്. അത് സമാനമായ തരത്തിൽ ഇന്നലെയും രൂപപ്പെടുകയായിരുന്നു. അതോടൊപ്പമാണ് ചാലക്കമ്പോളത്തിനും അതോടൊപ്പം തീരദേശ മേഖലയായ മുക്കോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. ചാലക്കമ്പോളത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ സ്ഥിതിയാണ്. നമുക്കറിയാം ഇന്നലെ മണിക്കൂറുകളോളം മഴ നിന്ന് പെയ്യുകയായിരുന്നു. ആ ഒരു സ്ഥിതി ഒരുപക്ഷെ വരുന്ന 5 ദിവസത്തേക്ക് അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് രാത്രി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ തരത്തിലാണ് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടക്കം ഒരുക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. റോഡും കുഴിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ വെള്ളം വന്ന് മൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. വലിയ തരത്തിലുള്ള കുഴിയാണ് ഇങ്ങനെ എടുത്തിട്ടിരുന്നത്. അതിലെല്ലാം വെള്ളം വന്ന് അതിശക്തമായി നിറയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പമാണ് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും ഇത് രണ്ടും കൃത്യമായി ശുചീകരണം നടത്താൻ വൈകുന്നത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായി ശുചീകരണം നടത്താൻ കഴിയാതിരുന്നത് മൂലം ഈ മാലിന്യങ്ങൾ ഒഴുകുന്നത് തടസ്സപ്പെടുന്ന സാഹചര്യം വരുന്നതോടെയാണ് അത് നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് കരമന ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിന്റെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം വരും. സ്വാഭാവികമായി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കിയാകുന്നത്. അതിന് മുന്നോടിയായി ഈ മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കി മലിനജലം കൃത്യമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി, ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി പോകുന്നതിനുള്ള വഴി ഒരുക്കിയില്ലെങ്കിൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടിനായിരിക്കും തലസ്ഥാന നഗരി ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. എൽദോ. ഓക്കെ ഡാൻ, ഇനി മറ്റ് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ അരസമൂട്, കുഴുവിള, അത്തരം റൂട്ടുകളൊക്കെ വീടുകളുള്ളിൽ വെള്ളം കയറുന്ന വിഷ്വൽസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇനി പനി ബാധിക്കുന്നുണ്ട് വല്ലാതെ തിരുവനന്തപുരത്ത്. സർക്കാർ ആശുപത്രികളിൽ മാത്രം നിരവധി പേർ പനിയായിട്ട് എത്തുന്നുണ്ട്. ഇതിനിടെ ഈ പൊതുഭരണ വകുപ്പ് എം പി രാജേഷിൻ്റെ ഒരു സക്ഷൻ കം ജെറ്റിംഗ് ഒരു മെഷീനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഓടകൾ ക്ലീൻ ചെയ്യാനും ഒപ്പം ഈ തോടുകൾ, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്, ആ തോടൊക്കെ ഇങ്ങനെ മാലിന്യം കെട്ടി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നഗരസഭയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ മഴക്കാല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ? ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമാണ് 2 ദിവസമാണ് സംസ്ഥാനത്ത് വ്യാപകമായി ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം സംയുക്തമായി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചെന്ന്. സ്വാഭാവികമായി അത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ മഴക്കെടുതി, വലിയ തരത്തിലൊരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴ തലസ്ഥാനത്തെ വെള്ളത്തിലാക്കിയതെന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. അതായത് വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി പെട്ടെന്നാണ് അങ്ങനെ ഒരു മഴ തീവ്രമായി നിൽക്കുന്ന തരത്തിൽ നിന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി പ്രധാനമായി ഉള്ള ഒരു സാഹചര്യം എൽദോ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആമയിഴഞ്ചാൻ തോറും കിള്ളിയാറും
ഇത് രണ്ടുമാണ് പ്രധാനമായി നമ്മുടെ ഈ വെള്ളം മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അവിടെ കൃത്യമായി മാലിന്യ നീക്കം നടന്നില്ല എങ്കിൽ അത് വലിയ തരത്തിൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കും. അതോടൊപ്പമാണ് ഡ്രെയിനേജ് സംവിധാനം, അത് തടസ്സങ്ങളില്ലാതെ ഈ മലിനജലം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അത് പൂർണ്ണമായി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതിരുന്നതാണ് പലപ്പോഴും നഗരഭാഗങ്ങൾ, അതായത് തമ്പാനൂർ, അരിസ്റ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് SS കോവൽ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടങ്ങളിലെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാതെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതായിരുന്നു. അത് കൃത്യമായി ഈ ദിവസങ്ങൾക്കകം നീക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിന് സമാനമായ മഴക്കെടുതി തന്നെയായിരിക്കും, വെള്ളക്കെട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് തുടർച്ചയായി പെയ്യാൻ പോകുന്ന മഴ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ശരി ഡാൻ, ഞാൻ കോട്ടയത്തേക്ക് പോകും.